പെരിയാർ കടുവാ സങ്കേതത്തിലെ മംഗളാദേവിയിൽ നിന്നും അമ്മ ഉപേക്ഷിച്ചതിനെ തുടർന്ന് വനപാലകർ എടുത്തു വളർത്തിയ മംഗള എന്ന കടുവക്കുഞ്ഞിനെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റും. കണ്ണിന് തിമിര രോഗമുള്ള കടുവയ്ക്ക് തനിയെ ഇര പിടിക്കാനും ആകില്ല. ഇക്കാലത്താണ് കടുവയെ പുത്തൂരിലേക്ക് മാറ്റുന്നത്. അഞ്ചു വർഷം മുമ്പാണ് തളർന്ന് അവശയായ നിലയിൽ 2 മാസം പ്രായമുള്ള കടുവാക്കുഞ്ഞിനെ മംഗളാദേവി വനംവകുപ്പ് സ്റ്റേഷന്റെ സമീപത്ത് നിന്ന് കണ്ടെത്തുന്നത്. അമ്മയെ ഉപേക്ഷിച്ച കുഞ്ഞിനെ വനപാലകർ നെഞ്ചോട് ചേർത്തു. അവൾക്ക് മംഗളയെന്ന് പേരിട്ടു. കാടിന്റെ വന്യത വിട്ട് മനുഷ്യന്റെ കരുതലിന് കീഴിലായിരുന്നു പിന്നീട് മംഗളയുടെ വളർച്ച. പെരിയാർ കടുവാ സങ്കേതത്തിൽ അവൾക്കായി പ്രത്യേക കൂടും സഞ്ചരിക്കാൻ വനമേഖലയോട് ചേർന്ന് വേലി കിട്ടിയ ഇടവും വനംവകുപ്പ് ഒരുക്കി. 5 വയസ്സുകാരിയായ മംഗള നേരിടുന്ന പ്രധാന വെല്ലുവിളി തനിയെ ഇരപിടിക്കാനുള്ള ശേഷിയില്ലാത്തതാണ്. ഇരു കണ്ണുകൾക്ക് ബാധിച്ച തിമിരമാണ് മറ്റൊരു പ്രശ്നം. ഇതിനായി അമേരിക്കയിൽ നിന്ന് മരുന്നുകൾ എത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകിയെങ്കിലും തിമിരം പൂർണ്ണമായി ഭേദമാക്കാനായില്ല. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവ് പുറപ്പെടുവിച്ചതോടെ മാറ്റത്തിനുള്ള നടപടികൾ വേഗത്തിലായി. അടുത്ത ദിവസം തന്നെ ആരോഗ്യ പരിശോധനകൾ പൂർത്തിയാക്കി മംഗള പുത്തൂരിലെ തന്റെ പുതിയ താവളത്തിലേക്ക് യാത്ര തിരിക്കും. കടുവയെ സംരക്ഷിച്ച തേക്കടിയിലെ വനപാലകർക്ക് ഇത് സങ്കടകരമായ വിടവാങ്ങലെങ്കിലും മംഗളയുടെ ആരോഗ്യ പരിപാലനത്തിന് പുത്തൂരിലെ മികച്ച സൗകര്യങ്ങൾ കരുത്താകുമെന്നാണ് പ്രതീക്ഷ. ജനം, ഇടുക്കി.